ബി.ജെ.പിയിൽ നിശബ്ദ വിപ്ലവത്തിലൂടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ അനുഗ്രഹ ആശിസ്സുകളോടെ എതിർചേരിയെ നിഷ്പ്രഭമാക്കി തീർത്തിരിക്കുകയാണ് കെ സുരേന്ദ്രൻ. എതിർചേരിയിലെ ഒരു എതിർ ശബ്ദങ്ങളും ഇനി ഉയരില്ല 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ. കഴിഞ്ഞ ദിവസം കോർ കമ്മിറ്റി യോഗത്തിൽ അവരെല്ലാവരും ഒരുമിച്ച് നിന്ന് തീരുമാനം എടുത്തു. ബി.ജെ.പി മറ്റ് രാഷ്ട്രീയ കക്ഷികൾ കൂടി അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ അവർ കൂടി മാതൃകയാക്കേണ്ട വിധത്തിലാണ് ബി.ജെ.പിയുടെ കോർ കമ്മിറ്റി യോഗ തീരുമാനങ്ങൾ. അത് വളരെ വലിയ മാറ്റങ്ങൾ ബി.ജെ.പിക്ക് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനിയും പടലപ്പിണക്കങ്ങളും പൊട്ടിത്തെറികളും ഒക്കെ ഒഴിവാക്കി ഇവർ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ കോർ കമ്മിറ്റി യോഗത്തിലെ തീരുമാനങ്ങൾ ബി.ജെ.പിക്ക് വളരെയധികം ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തൊക്കെയാണ് കോർ കമ്മിറ്റി യോഗത്തിലെ തീരുമാനങ്ങൾ? വലിയ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് അതിനേക്കാൾ വലിയൊരു കാര്യം പറയാതെ പോകുന്നത് ശരിയാവുകയുമില്ല. വഖഫ് ബോർഡിൻ്റെ ഭൂമി പ്രശ്നങ്ങളിൽ, ഭൂമി അധിനിവേശങ്ങളിൽ ശക്തമായ കൊടുങ്കാറ്റായി ആഞ്ഞടിക്കാനാണ് ബി.ജെ.പിയുടെ ഒന്നാമത്തെ തീരുമാനം. അത് ബി.ജെ.പിയുടെ പരമ്പരാഗത രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗം തന്നെയാണ്. മുസ്ലിം രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഒരു തരത്തിലും വളരാൻ അനുവദിക്കില്ല. വഖഫ് ബോർഡിൻ്റെ ഭൂമി അധിനിവേശങ്ങളെ കണ്ട് കയ്യും കെട്ടി നിൽക്കില്ല എന്ന സന്ദേശം തന്നെയാണ് കോർ കമ്മിറ്റി മീറ്റിംഗിൽ എടുത്തത്. അതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ശക്തമാക്കാനും പ്രകാശ് ജാവദേക്കറും അതുപോലെ തന്നെ സഹപ്രഭാരി അപരാജിത സാരംഗിയുടെയും നേതൃത്വത്തിൽ, അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യത്തിൽ ചേർന്ന കോർ കമ്മിറ്റി യോഗം തീരുമാനിച്ചത്. ഇതാണ് ഒരു പൊളിറ്റിക്കൽ അജണ്ട. മറ്റ് കാര്യങ്ങൾ, രണ്ടാമത്തെ മതപരമായ മറ്റു കാര്യങ്ങൾ, അതായത് ന്യൂനപക്ഷമായ ക്രിസ്ത്യൻ സമൂഹത്തെയും മറ്റ് സമുദായങ്ങളെയും മത നേതാക്കളെയും ഒക്കെ നമ്മുടെ ബി.ജെ.പി നമ്മുടെ പാളയത്തിലേക്ക് എത്തിക്കാൻ ബി.ജെ.പിക്ക് എന്തൊക്കെ ചെയ്യാനാകും? വളരെ സൗമ്യമായും സൗഹാർദ്ദപരമായും പെരുമാറുക, അവരെ കൂടി ഇതിനകത്തേക്ക് കൊണ്ടുവരിക എന്ന തരത്തിലുള്ള നയസമീപനം നേതാക്കൾ എടുക്കണമെന്നും ഈ കോർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഇനി എന്തിനാണ് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ? വഖഫ് ബോർഡിനെയും മുസ്ലിം സമുദായത്തെയും കണ്ണടച്ച് എതിർക്കുമ്പോൾ തന്നെ ക്രിസ്ത്യൻ സമുദായത്തെ കൂടെ നിർത്താനുള്ള ഈ തത്രപ്പാട് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണ് മുഖ്യ ലക്ഷ്യം. അതിനു മുമ്പ് വരുന്ന, അടുത്ത വർഷം വരുന്ന, അതിൻ്റെ ഒരു സെമി ഫൈനൽ എന്ന് പറയുന്നത് പോലെ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ തൃശ്ശൂർ നഗരസഭയും അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് തന്നെയാണ് അണികൾക്ക് ആഹ്വാനം നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ 2 തവണയായി 2015-ലും 2020-ലും 35ഓളം വാർഡുകൾ പിടിച്ചടക്കി 2ാം സ്ഥാനത്താണ്, മുഖ്യ പ്രതിപക്ഷ സ്ഥാനത്താണ് ബി.ജെ.പി. തൃശ്ശൂരിലും അതുപോലെ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ MP ആയി സുരേഷ് ഗോപി വിജയിച്ചു വന്നു. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി. പിന്നെ അവിടെ ഭൂരിപക്ഷം ഹിന്ദു വോട്ടുകളും അവർക്ക് ബി.ജെ.പിക്ക് തന്നെ ലഭിക്കുമെന്നൊരു സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ദേവസ്വങ്ങളെ പിണക്കാതെ, ഭൂരിപക്ഷം ഹിന്ദുക്കളെ പിണക്കാതെ അവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർ നഗരസഭ ഇക്കുറി കൂടെ പോരുമെന്ന് ബി.ജെ.പി ഉറപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 250 പഞ്ചായത്തുകളിലെങ്കിലും, അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 250 ഇടങ്ങളിലെങ്കിലും അധികാരം പിടിക്കണം. 250 പഞ്ചായത്തുകളിലെങ്കിലും അധികാരം പിടിക്കണം. അതാണ് സെമി ഫൈനലിൽ ലക്ഷ്യം വെക്കുന്നത്. ഇനി ഫൈനലിലാണെങ്കിലോ 41 മുതൽ 61 വരെ സീറ്റുകളിൽ നിർണായക ശക്തിയായി മാറണം, വിജയിച്ച് കയറണം. അത് വാശിയാണ്. അങ്ങനെ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴേ തുടങ്ങുക എന്നാണ് ബി.ജെ.പി കോർ കമ്മിറ്റി യോഗത്തിലെ തീരുമാനം. അതിന് ഈ പുനഃസംഘടന ജനുവരി ആദ്യത്തോടുകൂടി തന്നെ പുനഃസംഘടന പൂർത്തിയാക്കണം. പുനഃസംഘടന തെരഞ്ഞെടുപ്പിലോട്ടോ മൽപ്പിടുത്തത്തിലോട്ടോ ചേരിതിരിഞ്ഞുള്ള പോരാട്ടങ്ങളിലേക്കോ പോകാതെ സമവായത്തിലൂടെ തീരുമാനിക്കണമെന്നും ധാരണയായിട്ടുണ്ട്. അതുപോലെ തന്നെ കെ സുരേന്ദ്രൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിശബ്ദ വിപ്ലവം നടത്തി കെ സുരേന്ദ്രൻ എതിർചേരിയെ നിഷ്കാസിതരാക്കുമ്പോൾ സുരേന്ദ്രൻ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ബി.ജെ.പിയെ നയിക്കും, സംസ്ഥാന ബി.ജെ.പി ഘടകത്തെ നയിക്കുമെന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. ഇനി എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പുകളിൽ വിജയം നേടുക? 1, മതന്യൂനപക്ഷങ്ങളെ കൂട്ടുപിടിക്കുക. 2, മുസ്ലിം സമുദായത്തെ അടച്ചാക്ഷേപിക്കുക, തള്ളിപ്പറയുക, അവർക്കെതിരെയുള്ള സമരം ശക്തമാക്കുക, വഖഫ് ബോർഡിനെതിരെയുള്ള സമരം ശക്തമാക്കുക. അത് ഒരു അജണ്ട. രണ്ടാമത്തെ കാര്യം, അതിന് കേരളത്തിലെ 14 ജില്ലകളെ വീണ്ടും വിഭജിക്കുക എന്ന് പറഞ്ഞാൽ റവന്യൂ രേഖകളിലെ വിഭജനമല്ല, പാർട്ടി അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ജനസംഖ്യ അടിസ്ഥാനത്തിൽ 10 ലക്ഷം പേരടങ്ങുന്ന ഒരു യൂണിറ്റിനെ ഒരു ജില്ലയായി കണ്ട് അവിടെ പ്രത്യേക ഭരണസമിതിയെ വയ്ക്കുക. ബി.ജെ.പിയുടെ പ്രസിഡന്റ് ഉണ്ടാകും, സെക്രട്ടറി ഉണ്ടാകും, അതുപോലെ വൈസ് പ്രസിഡന്റ്, അങ്ങനെ സഹായിക്കാനുള്ള ജില്ലാ കമ്മിറ്റിയെ തീരുമാനിക്കുന്നത് പോലെ ആ 10 ലക്ഷം പേർക്ക് ഒരു ജില്ലാ കമ്മിറ്റി. അപ്പോൾ കൂടുതൽ പ്രവർത്തകർക്ക് നേതൃസ്ഥാനത്തേക്ക് വരാൻ കഴിയും. നേതൃസ്ഥാനത്തിന് വേണ്ടിയാണോ മൽപ്പിടുത്തം നടക്കുന്നത്? അങ്ങനെ അല്ലാതെ ഒരുപാട് യുവാക്കൾക്ക്, പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ ഇങ്ങനെ പ്രസിഡന്റ് പദവിയും സംഘടനാ ചുമതലയും കിട്ടിക്കഴിയുമ്പോൾ അവർ ഉണർന്ന് പ്രവർത്തിക്കും. ഇത് ഒരു പരിധിവരെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി.ജെ.പി ആദ്യകാല ഘട്ടങ്ങളിൽ പരിശ്രമിച്ച അല്ലെങ്കിൽ നടപ്പിലാക്കിയ സംഭവമാണ്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇൻവോൾവ്മെന്റ് വരും. അതായത്
സംഘടനാ രംഗത്ത് ഇൻവോൾവ്മെന്റ് വരുമ്പോൾ അവർ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ എല്ലായിടത്തും ബി ജെ പിക്ക് വേരോട്ടമുണ്ടാകും. പ്രത്യേകിച്ച് RSSന്റെ പിന്തുണ കൂടി വരുമ്പോൾ ഈ വേരോട്ടം ശക്തമാവുകയും തെരഞ്ഞെടുപ്പുകളിൽ വിജയം സുനിശ്ചിതമാക്കുകയും ചെയ്യാമെന്നാണ് BJP പറയുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഇത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളും കണ്ടുപഠിക്കേണ്ട ഒന്നാണ്. UDF ഇതുപോലെ 70% സീറ്റിലെങ്കിലും വിജയിക്കണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ, അടുത്ത തവണ ഇടതുമുന്നണിയെ സംസ്ഥാനത്ത് നിന്നേ കെട്ടുകെട്ടിക്കണമെന്ന തരത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയെങ്കിലും ഇങ്ങനെയുള്ള തന്ത്രങ്ങളൊന്നും UDFനില്ല. അവർ ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ ഒരു ഓടിപ്പടച്ചൊരു പ്രവർത്തനം നടത്തും. പിന്നെ ഇടതല്ലെങ്കിൽ വലത്, വലതല്ലെങ്കിൽ ഇടതെന്ന രാഷ്ട്രീയ സമീപനം കേരളത്തിലുള്ളത് കൊണ്ട് UDF ജയിച്ചു പോവുകയും ചെയ്യും. ഇനി അതിൻ്റെ കാലമല്ല. കാരണം BJP ശക്തമായ മൂന്നാം മുന്നണിയായി NDA സഖ്യം മുന്നേറുന്നുണ്ട്. പ്രത്യേകിച്ച് ഈഴവ വോട്ടുകൾ BJPയിലേക്ക് ഒരുപാട് കുത്തി ഒഴുകുന്നുണ്ട്. BDJസിൻ്റെ പ്രഭാവം കൊണ്ടല്ലെങ്കിൽ പോലും ഈഴവ വോട്ടുകൾ BJPക്ക് ലഭിക്കുന്നുണ്ട്. മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെ വോട്ടുകളും BJPക്ക് ലഭിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അടിതെറ്റുന്നത് CPMനാണ്. CPMന് അടിതെറ്റുകയാണ്. CPM ഇങ്ങനെ വിഭാഗീയതയും ഉൾപാർട്ടി പോരുകളും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പോൾ ജില്ലാ സമ്മേളനങ്ങളൊക്കെ തുടങ്ങി. ഈ സമ്മേളനങ്ങളൊക്കെ പൂർത്തിയായി അടുത്ത ഏപ്രിൽ ആകുമ്പോഴേ CPM ഒന്ന് ഉണരാൻ തുടങ്ങുകയുള്ളൂ. മെയ് മാസം ആകുമ്പോൾ ഇലക്ഷനും വരും. ഇതാണ് രാഷ്ട്രീയ സ്ഥിതിഗതികൾ. ഏതായാലും BJPയുടെ കോർ കമ്മിറ്റി യോഗത്തിൽ വൈസ് പ്രസിഡന്റുമാരായ ശോഭാ സുരേന്ദ്രൻ പങ്കെടുത്തു, AN രാധാകൃഷ്ണൻ പങ്കെടുത്തു, ഡോക്ടർ രാധാകൃഷ്ണൻ പങ്കെടുത്തു, KS രാധാകൃഷ്ണൻ പങ്കെടുത്തു. അതുപോലെ മുൻ പ്രസിഡന്റുമാരായ PK കൃഷ്ണദാസ്, കുമ്മന രാജശേഖരൻ തുടങ്ങിയ ആളുകളൊക്കെ ഇന്നലത്തെ മീറ്റിങ്ങിലുണ്ടായിരുന്നു. അപ്പോൾ ഈ പടലപ്പിണക്കങ്ങളും പൊട്ടിത്തെറികളും അവസാനിച്ചു എന്ന സന്ദേശം കൂടി പാർട്ടി നൽകുമ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് ചർച്ചയേ ചെയ്തില്ല, സന്ദീപ് വാര്യർ പോയതിനെക്കുറിച്ച് ആരും മിണ്ടിയതേയില്ല എന്നുകൂടി പറഞ്ഞു വയ്ക്കുമ്പോൾ കാര്യങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായൊരു സാഹചര്യം കേരളത്തിൽ ഉടലെടുക്കുന്നു എന്ന് വായിച്ചെടുക്കേണ്ടി വരും.